എനിക്ക് ഒരുപാട് വിഷമം തോന്നിയൊരു കാര്യമായിരുന്നു ഇത്. കാരണം ഷാനവാസ് ഇങ്ങനെ താഴെ വീണ് വിറച്ചോണ്ടിരിക്കുകയായിരുന്നു. ഷാനവാസിന്റെ മുഖം ഇങ്ങനെ ഷീവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ ഒരു സിറ്റുവേഷന്റെ ആ ഒരു അത്രയും തീവ്രത എനിക്ക് നന്നായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, ഷാനവാസ് പ്ലീസ് എണീക്ക്, ഷാനവാസ് നമുക്ക് കൺഫെഷൻ റൂമിലേക്ക് പോവാം. ഇന്നലത്തെ ബിഗ് ബോസിന്റെ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. കുറെ ആൾക്കാർ വന്നിരുന്ന് പറയുന്നുണ്ട് ലാലേട്ടൻ ഇങ്ങനെ വേണം പെരുമാറാനായിട്ട്, ഇങ്ങനെ വേണം നെവിന്റെ അടുത്ത് ഓരോ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് എന്നുള്ള രീതിയിലുള്ള കമന്റ്സുകളും വീഡിയോസും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വൃത്തികെട്ടൊരു എപ്പിസോഡ് ഞാൻ ഈ അടുത്തെങ്ങും കണ്ടിട്ടില്ല. ശരിക്കും നെവിന്റെ സ്ഥാനത്ത് അനുമോളോ അനീഷോ ഒക്കെ ആയിരുന്നുവെങ്കിൽ ലാലേട്ടനും ഈ പറയുന്ന ബി ക്രൂ മെമ്പേഴ്സും ഒക്കെ എങ്ങനെയായിരിക്കും പെരുമാറുന്നതെന്ന് നമുക്ക് ഊഹിക്കാന്നേ ഉള്ളൂ. വളരെ സീരിയസ് ആയിട്ടൊരു ഇഷ്യൂ അതിനകത്ത് നടന്നിട്ട് എത്ര നിസ്സാരമായിട്ടാണ് ആ ഒരു ഇഷ്യൂ ലാലേട്ടൻ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. നെവിനെ പിടിച്ചു നിർത്തി ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് പുള്ളി ഒന്ന് വോയിസ് റൈസ് ചെയ്ത് പോലും അവൻ്റെ അടുത്ത് ചോദിക്കുന്നില്ല. നേരെ മറിച്ച് അനുമോളുടെ അടുത്തും അനീഷിൻ്റെ അടുത്തും ഷാനവാസിൻ്റെ അടുത്തും ഒക്കെ എന്തോരം രീതിയിലായിരുന്നു ലാലേട്ടൻ ഷൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു സീക്രട്ട് ടാസ്ക് കുളമാക്കിയെന്നും പറഞ്ഞിട്ട് ഷാനവാസിനെ വലിച്ചു കീറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഒന്നും ഒരു കാൽഭാഗം പോലും നമ്മൾ ഇവിടെയും കണ്ടിട്ടില്ല. എന്താണ് ശരിക്കും ലാലേട്ടന് സംഭവിച്ചത്, അല്ലെങ്കിൽ എന്താണ് ശരിക്കും ഈ ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സിന് സംഭവിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. കാര്യം ലാലേട്ടൻ ഈ സ്ക്രിപ്റ്റ് ആണല്ലോ ഇവർ കൊടുക്കുന്നത്. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുന്ന സമയത്ത് ഇവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ ഫേവർ ചെയ്തിട്ടുള്ള രീതിയിലായിരിക്കാം ഈ സ്ക്രിപ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, മോഹൻലാലെ പോലെയുള്ള ഒരു മനുഷ്യൻ വന്നിരുന്നിട്ട് ഇത്രയും വളരെ സീരിയസ് കാര്യങ്ങളൊക്കെ ഇത്ര നിസ്സാരമായിട്ട് ഹാൻഡിൽ ചെയ്യുമോ? ഒരിക്കലും ഇല്ല. നെവിനെ പോലെയുള്ള ഒരുത്തിനെയൊക്കെ ആ ഒരു ഷോയിൽ ഇപ്പോഴും നിലനിർത്തുക എന്ന് പറയുമ്പം തന്നെ എനിക്കൊന്നും പറയാനില്ല. കാര്യം ഇപ്പോഴും അവനെ ന്യായീകരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവൻ ചെയ്തതെന്തോ ഭയങ്കര പുണ്യപ്രവൃത്തിയാണെന്നുള്ള രീതിയിൽ. ആ ഒരു മനുഷ്യൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവരാരെങ്കിലും സമാധാനം പറയുമോ? ഇന്നലെ ലാലേട്ടൻ ആദിലെടുത്ത് ചോദിക്കുന്നുണ്ട്, ഈ ഷാനവാസിനെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ എന്തിനാണ് സംസാരിച്ചത്? അപ്പോൾ ഷാനവാസ് എന്ന് പറയുന്ന മനുഷ്യന് ആ സമയത്ത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും വധശ്രമത്തിനല്ലേ കേസെടുക്കുന്നത്. അപ്പം പിന്നെ അങ്ങനെ ഒരു ചോദ്യമേ അവിടെ ചോദിക്കാൻ പാടില്ല. അതിന് വളരെ വ്യക്തമായിട്ട് അതിൽ മറുപടി കൊടുത്തിട്ടുണ്ട്. അത് വേറൊരു സത്യം. എന്തായാലും നമുക്ക് ഇന്നലത്തെ എപ്പിസോഡിൽ നടന്ന കുറച്ച് കാര്യങ്ങളൊന്ന് കാണാം. എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഈ ഇൻസിഡന്റ് നടന്ന ആ സമയത്ത് തന്നെ ഞാൻ ആക്ച്വലി ബിഗ് ബോസ് എനിക്ക് വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു. സംസാര രീതി നിങ്ങൾ കേട്ടില്ലേ? അതായത് നെവിനെ ഇന്നീച്ച് നിർത്തിയിട്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നെവിൻ, നിങ്ങൾ പറയൂ. ഇവരെടുക്കേണ്ട ഡിസിഷൻ എന്താണെന്ന് അവരോട് ചോദിച്ചിട്ടാണോ എടുക്കുന്നത്? ബിഗ് ബോസിന് റൈറ്റ്സ് ഇല്ല ഇവനെ പിടിച്ച് പുറത്താക്കാനുള്ള. അങ്ങനത്തെ ഒരു ദുഷ്ട ഹൃദയമുള്ള ഒരാളല്ല. ഒരു ഗെയിമിന്റെ ഭാഗത്ത് എനിക്ക് അത് അനിമോൾ, നൂറാൻ, ആദില ഇവര് മൂന്നുപേരാണ് കൊല്ലാൻ നോക്കി എന്നുള്ള ആ ഒരു അലിഗേഷൻ ഒക്കെ പണ്ടിട്ടത്. ആ ഒരു സമയത്ത് അങ്ങനെ അലിഗേഷൻ കൊണ്ടുവന്നോ ബിഗ് ബോസ് അല്ല ലാലേട്ട അത് പറഞ്ഞു വന്നപ്പോ ഇവര് ഭയങ്കര ഫ്ലെയർ അപ്പ് ആയി നിൽക്കായിരുന്നു. അതായത് ആരായാലും അങ്ങനെ പറയത്തുള്ളൂ. ഇവിടെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇവിടെ നെവിൻ ചെയ്തു എന്നല്ല പറയുന്നത്. പക്ഷേ നെവിൻ്റെ ആ ഒരു ആക്ട് കാരണം ആ ഒരു മനുഷ്യൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അതൊരു കൊലപാതകമല്ലേ? അങ്ങനെയല്ലേ വരത്തുള്ളൂ. അപ്പോൾ അതെങ്കിലും മനസ്സിലാക്കാനുള്ളൊരു ബോധം ഈ പറയുന്ന ഇവർക്ക് ആർക്കും ഇല്ലേ? ലാലേട്ടൻ ഉൾപ്പെടെ ഇല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതിനകത്ത് അവരെ കുറ്റം പറയേണ്ട ഒരു ആവശ്യം ഇവിടെ ഇല്ല. സ്വാഭാവികമായിട്ടും അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു മനുഷ്യനും ഇങ്ങനെ റിയാക്ട് ചെയ്തിട്ടുള്ളൂ. അതായത് നീ അവരെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചാന്നുള്ള രീതിയിലേ സംസാരിക്കത്തുള്ളൂ. ഇതിപ്പം ഞാനായി തന്നെ എൻ്റെ വീഡിയോയിൽ എൻ്റെ തമ്മനയില്ലാത്ത നെവിൻ്റെ പേരിൽ വധശ്രമത്തിന് കേസെടുക്കും എന്നുള്ള രീതിയിലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അല്ലാതെ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു വിഷയം ഹാൻഡിൽ ചെയ്യുന്നത്? അത്രയും അതായത് ആ മനുഷ്യൻ്റെ ഹെൽത്ത് കണ്ടീഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവനായിരിക്കത്തില്ല അതിൻ്റെ ഉത്തരവാദി. ഇവനും ആ ഷോയിൽ ഉൾപ്പെടെ എല്ലാവരും ഉത്തരവാദികളായിരിക്കും. നോക്കുമ്പോ ഒരു മനുഷ്യൻ വീഴുമ്പോ ഡ്രാമ എന്ന് പറയുന്നു. തലേ ദിവസമാണെങ്കിൽ ആര്യനൊക്കെ പറയാണ് നൂറയ്ക്ക് ക്യാൻസർ എന്ന് പറയുമ്പോൾ നൂറ ICUലല്ലോ. അങ്ങനെയൊക്കെ ഉള്ള ഓരോ വാദങ്ങളുണ്ട്. നെവിൻ പറഞ്ഞു ഇപ്പൊ പുള്ളിക്ക് എന്തെങ്കിലും പറ്റുവാണെങ്കിൽ പുള്ളി ഹോസ്പിറ്റലിൽ പോയിക്കോട്ടെ, ഞാൻ ഫിസിക്കൽ അസോൾട്ടിന് വെളിയിൽ പോയിക്കോളാം. ഇതെല്ലാം ലാലേട്ടനെ പോലുള്ള ഒരു മനുഷ്യൻ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെവിനെ പോലെയുള്ള ഒരുത്തിൻ്റെ അടുത്ത് പെരുമാറേണ്ടത്? ശരിക്കും നിങ്ങൾ മുന്നത്തെ സീസണുകളൊക്കെ എടുത്ത് നോക്കണം. ഇങ്ങനെയൊക്കെയുള്ള തെറ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവനൊന്നും സംസാരിക്കാൻ ഒരു അവസരം പോലും ലാലേട്ടൻ കൊടുക്കത്തില്ല. നല്ല രീതിയിൽ തിരിച്ച് ഫയർ ചെയ്യും. കാര്യം അതൊന്നും ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. ഒരു സാധാരണപ്പെട്ട ഒരു എപ്പിസോഡ് എപ്പോഴത്തേയും പോലെ തന്നെ ഇത്രയും വലിയ ഒരു ഇഷ്യൂ നടന്നിട്ട് പോലും അവർക്ക് അതൊരു വലിയ രീതിയിൽ ചർച്ചയാക്കാൻ താല്പര്യമില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല അത് എന്തിൻ്റെ പേരിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും നിസ്സാരമായിട്ട് ഈ ഒരു കാര്യം കാണുന്നത്. കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ഒരു മനുഷ്യൻ്റെ ആരോഗ്യമാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതാണ് ഇവിടെ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്. ഈ ആരോഗ്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ
ഇങ്ങനൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏകദേശം 8 മിനിറ്റ് എടുത്ത് ഷാനവാസിനെ കൺഫറൻസ് റൂമിലോട്ട് കൊണ്ടുപോകാൻ ഈ ഇവിടെ അനീഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മാത്രമായിരുന്നു ഇവിടെ ഷാനവാസെ നമുക്ക് സമയം കളയാനില്ല, ഇന്നേക്ക് പെട്ടെന്ന് തന്നെ പോയേ പറ്റത്തുള്ളൂ എന്ന് വളരെ രീതിയിൽ എടുത്തെടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിനെ പറ്റിയിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട്. ലാലേട്ട ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയണം. അതിനെക്കാട്ടി കൂടുതൽ ഇവിടെ എൻ്റെ ആങ്ങളെയാണ്, എൻ്റെ ബ്രദറാണെന്നുള്ളൊരു എൻ്റെ ഉപ്പയുടെ സ്ഥാനത്താന്ന് പറയുന്ന ആ വ്യക്തി ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ ഈ എവിക്റ്റായിട്ടല്ല പോകുന്നത്, ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ആ സെയിം ദിവസം തന്നെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചിട്ടിട്ട് കളിക്കുക, ഭയങ്കര ഇമോഷണൽ ബ്ലാസ്റ്റ് ആയിട്ട് ചിരിക്കുക, അതൊക്കെ കാണുമ്പോഴത്തേക്കും എന്ത് അടിസ്ഥാനമാണ് ഇത്രയും അധികം അതിൽ ഇവിടെ നിന്ന് പറഞ്ഞതിൽ എത്രത്തോളം അതിൻ്റെ അകത്ത് കഴമ്പുണ്ടെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. നീ ചെയ്ത തെറ്റിനെ പറ്റിയിട്ട് നീ ആദ്യമേ ചിന്തിക്കുക. ആദില എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ക്യാരക്ടറിനെ പറ്റിയിട്ടല്ല ഇവിടെ ചൂണ്ടിക്കാണിക്കേണ്ടത്. നെവിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്താണ് ചെയ്തത്, അതിനെപ്പറ്റി നിനക്ക് എന്തെങ്കിലും ബോധമുണ്ടോ? കാര്യം അതും പോട്ടെ, അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടും വന്നിരുന്ന ഡ്രാമയാണ്. ഷോനവാസ് എന്ന് പറഞ്ഞ് വിളിച്ച് കളിയാക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ അതിനുശേഷം നെവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി. പോട്ട് അനിമോളുടെ അടുത്ത് എന്തെല്ലാം രീതിയിൽ പെരുമാറിയിട്ടുണ്ട്. അപ്പം ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഇപ്പം നെവിന് വേറെ ഒന്നും പറയാനില്ല, നെവിന് സംസാരിക്കാൻ വാക്കുകളില്ല. അത് ലാലേട്ടൻ ഉൾപ്പെടെ ഇവിടെ എല്ലാവർക്കും മനസ്സിലായി ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന്. എന്നിട്ട് പോലും ഇവർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ആക്ഷൻ എടുക്കുന്നില്ല. എന്നിട്ടിപ്പം പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിക്ഷനിൽ പുറത്ത് പോയില്ലെങ്കിൽ ഞാനൊരു ഡിസിഷൻ എടുക്കുമെന്ന്. അതിൽ ഇവരെടുക്കാൻ പോകുന്ന ഡിസിഷൻ വേറെ ഒന്നുമല്ല. ഈ പണപ്പട്ടിയുടെ ഒരു ടാസ്ക് വരുന്നുണ്ടല്ലോ, അതിനകത്ത് പണപ്പട്ടി എടുത്തുകൊണ്ട് നെവിന് പുറത്ത് പോകാൻ പറ്റത്തില്ല എന്നുള്ളൊരു സംഭവം കണ്ടാണ് കൊണ്ടുവരാൻ പോകുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. കാര്യം ആ ഒരു ശിക്ഷ മാത്രമേ കൊടുക്കുന്നുള്ളൂ, വേറെ ഒരു ശിക്ഷയും കൊടുക്കുന്നില്ല. പറഞ്ഞതിൽ എത്രത്തോളം അതിൻ്റെ അകത്ത് കഴമ്പുണ്ടെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ എൻ്റെ കാര്യം പറയാം. അന്നത്തെ ആ ദിവസം തന്നെ ഞാൻ എനിക്ക് എൻ്റെ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ ഇവിടെ നിന്ന് ബിഗ് ബോസ് വിളിക്കുമ്പോൾ ഇവിടെ നിന്ന് എവിക്റ്റായി പോവാൻ അല്ലെങ്കിൽ ബിഗ് ബോസ് വിളിക്കുമ്പോഴത്തേക്കും എൻ്റെ ഡ്രസ്സ് പോലും ഞാൻ പാക്ഡ് ആയിരുന്നു. ഇവിടെ നെവിന് തന്നെ മനസ്സിലായതാണ് നെവിൻ ചെയ്ത തെറ്റാണ്. അപ്പം ഇനി എനിക്ക് ഈ ഒരു ഷോയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല എന്ന് സ്വന്തമായിട്ട് അവന് നല്ല രീതിയിലൊരു ബോധം ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിലാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇവിടെ സെറ്റാക്കി വെച്ചത്. അതായത് ലാലേട്ടൻ്റെ അടുത്ത് അങ്ങോട്ട് ഡയറക്റ്റ് പറയുവാണ്, എന്നിട്ട് പോലും ലാലേട്ടനൊക്കെ ഇത് കേട്ടോണ്ട് നിൽക്കുവാണ്. ഒന്നും പ്രതികരിക്കുന്നില്ല ഇവരാരും. ഇത് വെറുതെ നമ്മളെപ്പോലെയുള്ള കുറച്ച് ആൾക്കാരെ മണ്ടന്മാരാക്കുന്ന കുറച്ച് പരിപാടി. അതിൽ കൂടുതൽ എനിക്ക് ഈ ഒരു എപ്പിസോഡിനെ പറ്റിയിട്ട് ഒന്നും പറയാനില്ല. കാര്യം ഇത്രയും സീരിയസ് ഇഷ്യൂ ഒക്കെ ഈ രീതിയിൽ ഹാൻഡിൽ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര മോശമാണ്. എന്തായാലും ഷാനവാസ് അകത്ത് കയറിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു, അതിനകത്ത് ആദിലയുടെ സൈഡിൽ ഷാനവാസ് ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിവിടെ സൈഡിൽ ആ ഫോട്ടോ കൊടുത്തിരിക്കാം. ഈ അനീഷ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ ഷാനവാസിനെ പെട്ടെന്ന് തന്നെ കൺഫെഷൻ റൂമിലോട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ അനീഷായിരുന്നു അവിടെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനെപ്പറ്റി ലാലേട്ടൻ ചോദിക്കുന്ന സമയത്ത് അനീഷ് പറയുന്ന കുറച്ച് കാര്യങ്ങളെ നിങ്ങളെ കേൾപ്പിച്ചു തരാം. എനിക്ക് ഒരുപാട് വിഷമം തോന്നിയൊരു കാര്യമായിരുന്നു ഇത്. കാരണം ഷാനവാസ് ഇങ്ങനെ താഴെ വീണ് വിറച്ചോണ്ടിരിക്കുകയായിരുന്നു. ഷാനവാസിന്റെ മുഖം ഇങ്ങനെ ഷീവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ ഒരു സിറ്റുവേഷന്റെ ആ ഒരു അത്രയും തീവ്രത എനിക്ക് നന്നായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, ഷാനവാസ് പ്ലീസ് എണീക്ക്, ഷാനവാസ് നമുക്ക് കൺഫെഷൻ റൂമിലേക്ക്. സത്യമാണ്, ഈ ഒരു മനുഷ്യൻ മാത്രമായിരുന്നു അതിന് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പുള്ളി ഓടിപ്പോയി ഷാനവാസിന്റെ മെഡിസിനും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അതാണ് ശരിക്കും പറഞ്ഞ ഒരു മനുഷ്യത്വം എന്ന് പറയുന്നൊരു സംഭവം. ഇനിയെങ്കിലും ഷാനവാസ് ഈ പുള്ളി കാണിക്കുന്ന ഒരു ആത്മാർത്ഥതയുണ്ടല്ലോ അത് മനസ്സിലാക്കിയില്ലെങ്കിൽ അങ്ങനെ മണ്ടത്തരമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. കാര്യം ആ ഒരു ഷോയിൽ ഷാനവാസിൻ്റെ അടുത്താണ് പുള്ളിക്കാരൻ ഏറ്റവും കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. അല്ലാതെ ആ ഒരു ഷോയിൽ വെറുതെ കയറി വന്ന് ഒരു ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി പോകുന്നൊരു വ്യക്തിയായിട്ട് എനിക്ക് ഒരിക്കലും അനീഷിനെ ഫീൽ ചെയ്യുന്നില്ല. പോവാമെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവര് പരസ്പരം ഇങ്ങനെ വഴക്ക് കൂടുന്നു, ചിലരിങ്ങനെ ഡ്രാമയാണെന്ന് പറയുന്നു, അങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴും ഞാൻ ഷാനവാസിനെ ഇങ്ങനെ കൺവിൻസ് ചെയ്യാൻ നോക്കായിരുന്നു. ഷാനവാസ് എണീക്ക്. ഷാനവാസ് കുഴഞ്ഞ് നമ്മള് ഒരാളിങ്ങനെ വീണ് എടുക്കുമ്പോ ഒരു മനുഷ്യന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ടായിരുന്നു ഈ പറയുന്ന അനീഷ് അവിടെ പെരുമാറിയിട്ടുണ്ടായിരുന്നത്. അതൊരു വലിയൊരു ക്വാളിറ്റിയാണ് ഒരു മനുഷ്യന്റെ. ഈ ഒരു മനുഷ്യൻ കള്ളനാണ്, ഫേക്കാണ് എന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാർ ഇതൊക്കെ ഒന്ന് കേൾക്കുന്നത് വളരെ നന്നായിരിക്കും. അതായത് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുന്ന സമയത്തും ആ ആളുടെ ഹെൽത്തിനെ ഒരാളുടെ ഹെൽത്തിനെ പറ്റിയായിരുന്നു ഈ ഒരു മനുഷ്യൻ അവിടെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലാതെ അവരുടെ കൂടെ പോയി തല്ലുണ്ടാക്കാനോ കുറച്ച് സ്ക്രീൻ സ്പേസ് കിട്ടാനോ ഈ ഒരു മനുഷ്യൻ നിന്നിട്ടില്ല. കാര്യം വേണമെങ്കിൽ അനീഷിന് അങ്ങനെ ചെയ്യായിരുന്നു. കാര്യം ആ സമയത്ത് ക്യാമറകളെല്ലാം അവരെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അനീഷ് അത് ചെയ്തില്ല. അനീഷ് നേരെ പോയി ഈ ഷാനവാസിൻ്റെ മെഡിസിൻ എടുക്കുന്നു, പിന്നെ ഷാനവാസിനെ എത്രയും പെട്ടെന്ന് കൺഫെഷൻ റൂമിൽ എത്തിക്കാൻ വേണ്ടി നോക്കുന്നു. അങ്ങനെയൊക്കെ അനീഷിന്റെ ഭാഗത്ത് നിന്ന് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഷാനവാസിന്, നമുക്ക് പിടിച്ചെഴുന്നേൽപ്പിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പം ഷാനവാസിനോട് പറയുന്നുണ്ട്, ഷാനവാസ് എണീക്ക്. അപ്പൊ ഷാനവാസ് വെള്ളം ചോദിക്കുന്നു, അങ്ങനെ കെടുക്കണമെന്ന് പറയുന്നു. അപ്പോൾ എനിക്ക് കേട്ടല്ലോ. അപ്പം ഇതായിരുന്നു അനീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശരിക്കും പുള്ളിയുടെ ഭാഗത്ത് നിന്ന് മാത്രമേ ഈ ഒരു വിഷയത്തിൽ
വളരെ കാര്യമായിട്ട് ഇടപെട്ടോളൂ. അതായത് പുള്ളിക്കാരനെ കൺഫെഷൻ റൂമിൽ കൊണ്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കുറച്ച് സീൻ മാത്രമേ എടുത്ത് എനിക്ക് റിയാക്ട് ചെയ്യാൻ തോന്നിയുള്ളൂ. കാര്യം വേറെ റിയാക്ട് ചെയ്തിട്ട് ഒരു പ്രയോജനവും ഇല്ല. വെറുതെ ഇവർ തന്നെ ചെയ്ത കാര്യങ്ങൾ റിപ്പീറ്റഡ്ലി ചോദിച്ചുകൊണ്ടിരിക്കുക, അവർ ചെയ്ത പ്രവർത്തികൾ തന്നെ പിന്നെയും മറ്റേ അവരുടെ ടി വിക്കകത്തിട്ട് കാണിച്ചു കൊടുക്കുക. ഇതൊക്കെ തന്നെയായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്, അല്ല പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.